ഹലോ ഗായ്സ്, ഇന്നൊരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ആയാലോ. എൻ്റെ മുഖത്ത് നിറയെ പാടുകളുണ്ട്. ഇതൊക്കെ ഹൈഡ് ചെയ്തുകൊണ്ട് ആദ്യം സ്കിൻ കെയറിൽ തന്നെ തുടങ്ങാം കേട്ടോ. ഞാൻ എൻ്റെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. സിറം, അതുപോലെ തന്നെ സ്നെയിൽ മ്യൂസിൻ, പിന്നെ സൺസ്ക്രീൻ, അങ്ങനെ മോയ്സ്ചറൈസർ തീർന്നുകൊണ്ട് അതിട്ടില്ല കേട്ടോ. അങ്ങനെ എൻ്റെ ബേസിക് സ്കിൻ കെയർ എല്ലാം ചെയ്ത ശേഷം ഞാൻ സൺസ്ക്രീൻ നന്നായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ പൊതുവേ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ടാട്ടോ. ഓക്കെ, സൺസ്ക്രീൻ എല്ലാം അപ്ലൈ ചെയ്ത് ലിപ് ബാം ഞാൻ ഇട്ടു. ഞാൻ ഫോക്സ്റ്റൈൻ്റെ ലിപ് ബാം ഇട്ടു. ഈ രണ്ട് പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മേക്കപ്പ് ഫുള്ള് ചെയ്യുന്നത്. ഇതൊരു സ്വിസ് ബ്യൂട്ടിൻ്റെ കൺസീലറാണ്. എവിടേക്കാണ് അത് വേണ്ടത് അവിടെയെല്ലാം ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. എൻ്റെ പാടുകളിൽ, കണ്ണിൽ, ഡാർക്ക് സർക്കിൾസിലും എല്ലാം. എന്നിട്ട് നല്ലൊരു ബ്രഷ് വെച്ച് നന്നായിട്ട് ഡാബ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ നന്നായി ഡാബാട്ടോ ചെയ്യണം, എന്നാലും നമ്മളെ സ്കിന്നിലോട്ട് അതൊന്ന് സെറ്റായിട്ടിരിക്കുകയുള്ളൂ. അങ്ങനെ അത് ഡാബൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും രണ്ട് സൈഡിലുള്ള ഡിഫറൻസ്, പാടുകളൊക്കെ ഒന്ന് ഫെയ്ഡായിട്ട്. പിന്നെ ഞാൻ നമ്മളുടെ പോൺസിൻ്റെ BB ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഫൗണ്ടേഷന് പകരം ചെയ്യണം കേട്ടോ. അതിലൊന്ന് സെറ്റിംഗ് സ്പ്രേ ഞാൻ ബ്രഷിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത ശേഷം ബ്രഷ് വെച്ചിട്ട് ഞാൻ എൻ്റെ BB ക്രീമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ണിനാണെങ്കിൽ ഞാൻ ചെറുതായിട്ടൊരു പിങ്ക് ഷെയ്ഡ് ഇട്ട ശേഷം കൺമഷി വെച്ചിട്ട് സ്മഡ്ജ് ലുക്കായിട്ട് ഉണ്ടാക്കുന്നത്. ഏതെങ്കിലും ഒരു ഐ ഷാഡോ ബ്ലാക്ക് കളറിൽ വെച്ചിട്ടൊന്ന് സ്മഡ്ജ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. പൊതുവേ എൻ്റെ മുഖത്ത് കുറച്ച് സോഫ്റ്റ് ഫീച്ചേഴ്സ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഷാർപ്പ് ഫീച്ചേഴ്സ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്യും എപ്പോഴും. ഞാൻ ഐബ്രോ ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. ഞാൻ പിരികം ത്രെഡ് ചെയ്യുന്നില്ല, അപ്പോൾ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മൂക്കിലും കൂടി ഒന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്തിട്ടോ. പിന്നെ ബ്ലഷ് ഞാൻ ഇടാറില്ല പൊതുവേ, പിന്നെ ഞാനത് വീഡിയോയ്ക്ക് വേണ്ടി ഇട്ടുവെന്നേ ഉള്ളൂ. നല്ല ബ്ലഷ് ആട്ടോ ഇത്, ഇൻസൈറ്റിൻ്റെ ഒരു സാധാ അധികം വിലയൊന്നുമില്ലാത്ത ബ്ലഷാണ്. പിന്നെ മാഴ്സിൻ്റെ ലിപ് ലൈനർ. നിങ്ങൾ ലിപ് ലൈനർ വെച്ചിട്ടല്ല നിങ്ങൾ ലിപ്സ്റ്റിക്ക് ഇടാറെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഭയങ്കരമായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. നല്ല ഡിഫൈനിങ് ആയിട്ടിരിക്കും. പിന്നെ ഡ്രസ്സൊക്കെ മാറി ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഒരു മാലയും കമ്മലും ചെറിയൊരു കമ്മലും മുടിയൊക്കെ കെട്ടി, മുടി സാധാ പോലെ പോണിട്ടയിലൊക്കെ കെട്ടി, ഇതാണ് കേട്ടോ ലുക്ക്. നിങ്ങൾക്ക് ഈ വെഡ്ഡിങ് റിസപ്ഷൻ ഗസ്റ്റായിട്ടൊക്കെ സിമ്പിളായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുങ്ങി പോകും. സിമ്പിളായിട്ട് ഹമ്പിളായിട്ട് പോകണം കേട്ടോ. ഏത് മേക്കപ്പ് ഇടാൻ അറിയാത്ത ഒരാൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു മേക്കപ്പ് ലുക്കാണിത്. നിങ്ങൾ ജസ്റ്റ് പാഡ് മാത്രം കവർ ചെയ്തുള്ള ലുക്ക്. ഇതിൻ്റെ എല്ലാ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് എൻ്റെ ബയോയിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ബൈ.